പദം പറഞ്ഞ് കരയുന്നവളെ കാണെ മുത്തശ്ശി ഉൾപ്പെടെ എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു. മഹിയച്ഛൻ്റെ സഹോദരി മാലിനിയാണ് വന്നത്. ഇഷ്ടപ്പെട്ട ആൾക്കൊപ്പം പോകുന്നു എന്ന് ഒരെഴുത്ത് എഴുതി വെച്ച് കല്യാണത്തിൻ്റെ തലേദിവസം ഇറങ്ങിപ്പോയതാണവർ. വരൻ നമ്മുടെ ദേവച്ചനായിരുന്നു. ആ കല്യാണം മുടങ്ങിയത് വഴിയാണ് ദേവച്ചൻ തറവാട്ടിലെ കാര്യസ്ഥൻ്റെ മകളായ നമ്മുടെ ലച്ചുമയെ കല്യാണം കഴിക്കുന്നതും. ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള പരാതിയും പരിഭവവും ഒക്കെ പറയുമ്പോഴും ലച്ചുമ്മ ഇടയ്ക്കിടയ്ക്ക് ദേവച്ചനെ കൂർപ്പിച്ച് നോക്കുന്നുണ്ട്. എവിടെയോ കുഞ്ഞൊരു കുശുമ്പുണ്ടാ മുഖത്ത്. ഇതൊന്നും അറിയാതെ ദേവച്ചന്. മാലിനി അന്ന് പോയത് കൂടെ പഠിക്കുന്ന ആളുടെ ഒപ്പമായിരുന്നു. സേതു ആളൊരു കോളേജ് പ്രൊഫസറാണ്. ഒരു പാവം മനുഷ്യൻ. ആദ്യ കാഴ്ചയിൽ തന്നെ എല്ലാവർക്കും സേതുവിന് ഇഷ്ടമായിരുന്നു. അകത്തേക്ക് വാ രണ്ടാളും, മുത്തശ്ശി ഒരു ചിരിയോടെ പറഞ്ഞു. അയ്യോ അപ്പച്ചി, ഞങ്ങൾ മാത്രമല്ല, വേറെ 2 പേരും കൂടിയുണ്ട്. മാലിനി ഒരു ചിരിയോടെ പറഞ്ഞതും ആരാ എന്നതുപോലെ എല്ലാവരും അവരെ നോക്കി. സഞ്ജു, കാവ്യ, സേതു വിളിച്ചതേ ഒരു ചിരിയോടെ ഡോർ തുറന്ന് 2 പേരും പുറത്തേക്കിറങ്ങി വന്നു. ഞങ്ങളുടെ മക്കളപ്പച്ചി, മൂത്തത് ഇവൻ സഞ്ജയ്, ഇളയവളാണിത് കാവ്യ. രണ്ടാളെയും പരിചയപ്പെടുത്തിക്കൊണ്ട് മാലിന്യ പറഞ്ഞതും ഇരുവരും ഒന്ന് പുഞ്ചിരിച്ചു. ബാക്കി പരിചയപ്പെടലെല്ലാം അകത്ത് ഇരുന്നിട്ടാവാം, കയറി വാ 4 പേരും. സേതു വാ, മഹിയച്ഛൻ പറഞ്ഞതും എല്ലാവരും അനുകൂലിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അപ്പോഴേക്കും ചെറിയമ്മ അവർക്ക് കുടിക്കാനുള്ള ചായയും മറ്റും കൊണ്ടുവന്ന് വെച്ചിരുന്നു. ലച്ചുമ്മ ഒട്ടും താല്പര്യമില്ലാത്തതുപോലെയാണ് നിൽപ്പ്. അത് കാണെ പൊട്ടിവന്ന ചിരി കടിച്ചമർത്തിക്കൊണ്ട് ദേവിമയും. മക്കൾ എന്ത് ചെയ്യുന്നു? മുത്തശ്ശി കാവ്യയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. MBA സെക്കൻഡ് ഇയർ ആണ്. മോനോ? അവനിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. മാലിനിയാണ് അതിന് മറുപടി നൽകിയത്. കുറച്ച് സമയം കൊണ്ട് തന്നെ കാവ്യയെയും സഞ്ജുവിനെയും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അധികം സംസാരമൊന്നുമില്ലാത്ത പ്രകൃതമാണ് രണ്ടാൾക്കും. കാവ്യയുടെ ഓവർ വിനയം മുതിർന്നവർക്കൊക്കെ ബോധിച്ചെങ്കിലും ഗോപുവിനും പാറുവിനും അതത്ര അങ്ങ് ദഹിച്ചിട്ടില്ല. അവിടെ ഉള്ളവരാരും ഇങ്ങനെയല്ലല്ലോ, അതിൻ്റെ ഒരു എനക്കേട്. മക്കളെ ഒന്നും എനിക്കറിയില്ല. മാലിനി ഒരു ചിരിയോടെ ഗോപുവിൻ്റെയും പാറുവിൻ്റെയും കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞതും ഇരുവരും ഭംഗിയായൊന്ന് പുഞ്ചിരിച്ചു. മഹിയച്ഛൻ തന്നെയാണ് എല്ലാവരെയും അനിയത്തിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. അച്ചുവും ഉണ്ണിയും വരാൻ ഇനി ലേറ്റാവും. പിന്നെയുള്ള 2 ആളും ഇവിടെ എവിടെയെങ്കിലും കാണും. അല്ലിയെയും കണ്ണനെയും ഓർത്തതും അറിയാതെ ചിരി വന്നു പോയിരുന്നു എല്ലാവർക്കും. വഴക്കുണ്ടാക്കി അതിൻ്റെ ഇണക്കം കൂടി തീർത്തിട്ടേ ഇനി പുറത്തേക്ക് വരൂ എന്നറിയാം. ഓരോ വിശേഷങ്ങൾ പറഞ്ഞു വീണ്ടും ഇരുന്ന് എല്ലാവരും. പ്രകൃതി, എനിക്കിഷ്ടമല്ല. എന്ത്? നീ വേറെ ആരെയും നോക്കുന്നത്? ചിരി വന്നു പോയവൾക്ക്. ഇത്രയും നേരമായിട്ടും ഇത് വിട്ടില്ലേ എന്നൊരു ചിന്തയും. അതെന്താ? കുഞ്ഞൊരു കുറുമ്പോടെ അവൻ്റെ നനഞ്ഞ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി നോക്കിയവൾ. തിളക്കമേറുന്ന മിഴികളോടെ അവളെ ഉറ്റുനോക്കിക്കൊണ്ട് ബെഡ് ക്രാസയിൽ ചാരിയിരിപ്പാണവൻ. കുളി കഴിഞ്ഞ് ഒരു കാവിമുണ്ടും ബ്ലാക്ക് ഷർട്ടുമാണ് വേഷം. വല്ലാത്തൊരു ചേല് തോന്നിപ്പോയി അവൾക്ക്. എന്താടി, ഉമ്മ വേണം, കള്ളച്ചിരിയോടെ പറഞ്ഞതും പിടഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തു നിന്നും കണ്ണുകൾ അകറ്റി മാറ്റിയവൻ. പൊട്ടി വന്ന ചിരി കടിച്ചമർത്തിക്കൊണ്ട് വീർപ്പിച്ചു പിടിച്ച അവൻ്റെ കവിളിൽ ചുണ്ടുകളമർത്തി ചുംബിച്ചു അല്ലി. മിഴികളടച്ച് മുഷ്ടി ചുരുട്ടിപ്പിടിച്ചതേയുള്ളൂ മാധവ്. കവിളുകൾ രക്തമിരച്ചു കയറി ചുവന്നു പോയിരുന്നു. ദേവാ, ദേവാ, എന്താടി, പേടിയാണോ നിനക്ക്? എന്തിന് എന്നെ ഉമ്മ വയ്ക്കാൻ? ചോദിച്ചതേ ഓർമ്മയുള്ളൂ അല്ലിക്ക്. അടുത്ത നിമിഷം അവളെയും കൊണ്ട് ഒന്ന് മറിഞ്ഞു അവൾക്ക് മുകളിലായി അമർന്നവൻ. കണ്ണുമിഴിച്ച് വിറയലോടെ അവനെ ഉറ്റുനോക്കിപ്പോയി അല്ലി. പേടിച്ചു പോയോ? പതിയെ ഒരു സ്വകാര്യം പോലെ അവൻ ചോദിച്ചതും അത്രയും നേർത്തു പോയിരുന്നു പെണ്ണിൻ്റെ മൂളിൽ പോലും. ആയ്, അത് എനിക്കറിയില്ല. വല്ലാത്തൊരു ഭാവത്തിലുള്ള അവൻ്റെ നോട്ടവും ചിരിയുമെല്ലാം പെണ്ണിൻ്റെ വായടപ്പിച്ച് കളഞ്ഞു. കുറുമ്പും കുസൃതിയുമെല്ലാം പാടെ മാഞ്ഞു. ഉള്ളിലാളുന്ന പ്രണയത്തോടെ അവളിലെ ഓരോ ഭാവവും ഒപ്പിയെടുത്തവൻ. ഇത്രയും നേരം വാ തോരാതെ സംസാരിച്ചവളാണ് വാക്കുകളില്ലാതെ നിൽക്കുന്നത്. വല്ലാത്തൊരിഷ്ടം തോന്നിപ്പോയി മാധവിന്. ഈ നെഞ്ചിങ്ങനെ കിടന്ന് പിടയ്ക്കുന്നത് എനിക്ക് വേണ്ടിയല്ലേ പ്രകൃതി? പതിയെ ചോദിച്ചുകൊണ്ട് നെഞ്ചിലായി മുഖം അമർത്തി വെച്ചതും ശ്വാസമെടുക്കാൻ പോലും മറന്നുകൊണ്ട് നിന്നുപോയിരുന്നു അല്ലി. ഒന്നും മിണ്ടാതെ അവളിലെ പിടച്ചിലെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നെഞ്ചിൽ താളവും കേട്ടുകൊണ്ട് കണ്ണടച്ച് കിടന്നു ചെക്കൻ. ദേവാ, എനിക്ക് വിശക്കുന്നു. എനിക്കും. താഴേക്ക് പോവാം. വേണ്ട. പിന്നെ ഈ വിശപ്പൊക്കെ നിന്റെ ദേവ മാറ്റിത്തരാം. വല്ലാത്തൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് മുഖമുയർത്തിയതും കണ്ണുമിഴിച്ച് നോക്കുന്നുണ്ട് പെണ്ണ്. ഇത്രയും നാളെന്നെ ടീസ് ചെയ്ത് നടക്കുകയായിരുന്നില്ലേ, നിന്നെ ശരിയാക്കി തരാടി. താടിയിലൊന്നൊഴിഞ്ഞ് കള്ളച്ചിരിയോടെ ഓർത്തുകൊണ്ട് വിയർപ്പ് പൊടിഞ്ഞു തുടങ്ങിയ അവളുടെ ചുവന്ന മുഖത്തേക്ക് നോക്കിയവൻ. കാര്യം പെണ്ണിനെ ഒതുക്കാനാണെങ്കിൽ പോലും അവളുടെ കിടപ്പും നോട്ടവും ഭാവവും ഒക്കെയും അവനെ മോഹിപ്പിച്ചു പോകുന്നുണ്ട്.
ദേവാ. ചൂടെടുക്കുന്നു, ദയനീയമായി പറയുന്നവൾ. എങ്ങനെയെങ്കിലും അവനൊന്ന് അകന്നു മാറിയിരുന്നുവെങ്കിൽ എന്ന് മാത്രമാണ് ചിന്ത. സഹിക്കാൻ വയ്യാത്തൊരു പരവേശമാണ് ഇപ്പോഴൊക്കെ. ഉടലുകൾ തമ്മിൽ ചേർന്നിരിക്കുമ്പോൾ അവൻ്റെ കുറുമ്പും കുസൃതിയും നോട്ടവുമൊക്കെയും വല്ലാത്തൊരു പിടച്ചിൽ തീർക്കുവാണ്. ഇതൊക്കെ വാരി ചുറ്റിയിട്ട പെണ്ണെ, ഇടുപ്പിൽ കുത്തിയ ദാവളിത്തുപ്പിൽ പിടിയിട്ടുകൊണ്ട് പറഞ്ഞതും ഞെട്ടലോടെ അവളുടെ കൈകൾ അവൻ്റെ കയ്യിൽ അമർന്നു. കണ്ണുമിഴിച്ച് ദയനീയമായി നോക്കുമ്പോഴേക്കും നേരത്തൊരു ചിരിയോടെ കയ്യിൽ തടഞ്ഞതിൽ വിരലുകൾ മുറുക്കിയിരുന്നു മാധവ്. മിഴുകൾ ഇറുകെ അടച്ചു കളഞ്ഞു അല്ലി. ശ്വാസവും കിതപ്പും അത്രയും ഉയർന്നു പോകുന്നു. പ്രകൃതി, ഇതെന്താ? ഒന്നും മൂളിയതേ പുറകെ എത്തിയ ചോദ്യം അത്രയും അവളെ വിവേശയാക്കി കളഞ്ഞു. കൈ മാറ്റു ദേവാ. പറയടി, നിനക്കറിയാലോ. പെണ്ണൊന്ന് വിക്കി വീതിയേറിയ അരഞ്ഞാണത്തുമ്പിൽ ചുരുട്ടിപ്പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഉമിനീരിറക്കാൻ പോലും പ്രയാസപ്പെട്ടുകൊണ്ട് തളർന്നു പോയവൾ. എനിക്കിതൊന്ന് കാണണം പ്രകൃതി. കണ്ണുകൾ വലിച്ചു തുറന്ന് അവനെ നോക്കിപ്പോയ അല്ലി. ഹൃദയം ആ കയ്യിൽ കിടന്ന് പിടയ്ക്കുന്നത് പോലെ, ഒരു കൂട്ടം പൂമ്പാറ്റകൾ അടിവയറ്റിൽ ചിറകടിച്ചുയരുന്നത് പോലെ. പുതുവികാരങ്ങളാണ് ഉടൽ നിറയെ. ഒപ്പം മുന്നിൽ ചേർന്ന് നിൽക്കുന്നവൻ്റെ നോട്ടവും ചോദ്യവുമെല്ലാം കാതിലൂടെയും കണ്ണിലൂടെയും പടർന്നു കയറി തൻ്റെ ഉടലിനെ ഒന്നാകെ ത്രസിപ്പിക്കുന്നത് അവൾ അറിഞ്ഞു. ഇന്നോളം ഉമ്മ ചോദിച്ചുകൊണ്ട് അവനെ ചുറ്റിച്ചു കൊണ്ടിരുന്നവളെ നിമിഷങ്ങൾ കൊണ്ട് അവൻ അനുഭവിച്ചത് അത്രയും അറിയിച്ചു കൊടുത്തു. പ്രകൃതി, വേണ്ട ദേവാ. ചെക്കൻ വീണ്ടും വിളിച്ചതും മെല്ലെ പറഞ്ഞു പോയവൾ. വേണം പെണ്ണെ, പക്ഷെ ഇപ്പോഴല്ല, കാത്തിരുന്നോളാം ഞാൻ. പക്ഷെ എന്നായാലും എപ്പോഴായാലും നിൻ്റെ ദൈവം മാത്രമേ ഇത് കാണൂ. പറയുന്നതിനോടൊപ്പം തന്നെ ഇട്ടിരുന്ന സ്കേർട്ടിനുള്ളിലേക്കായി മറച്ചു വെച്ചവൻ. അവനെ ഒന്ന് തടയാൻ പോലും ശേഷിയില്ലാതെ പോയ അല്ലിക്ക്. പിന്നെ എൻ്റെ കൊച്ചിൻ്റെ ആഗ്രഹം അധികം വൈകാതെ തന്നെ സാധിച്ചു തരാം. ചുവന്നു കയറിയ അവളുടെ മുഖത്തേക്ക് കൊതിയോടെ നോട്ടം ചെയ്തുകൊണ്ട് പതിയെ പറഞ്ഞു മാധവ്. ഇനിയൊന്നും കേൾക്കാൻ പോലും ആവാതെ ബെഡിലേക്ക് മുഖം അമർത്തി വെച്ചു പെണ്ണ്. മെല്ലെ അവൻ അകന്നു മാറിയിട്ടും തുറന്നിട്ട ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ട് മുടിയൊതുക്കി വെച്ചിട്ടും അതേ കിടപ്പ് തന്നെയായിരുന്നു അല്ലി. എഴുന്നേറ്റ് വാടി. ചെക്കൻ ഒന്നലറിയതും ബോധം തിരികെ കിട്ടിയതുപോലെ ഒന്ന് ഞെട്ടിപ്പോയവൾ. എൻ്റെ ഈശ്വരാ, ഇവനെന്താ പറ്റിയേ? കുറച്ചു മുൻപേ നടന്നതെല്ലാം ഓർത്തതും മുഖം ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്ന് ഓർത്തുപോയ അല്ലി. എന്നാ ഇത് കുടിക്ക്. അവളുടെ പരവശം മറിഞ്ഞതുകൊണ്ട് തന്നെ ജഗ്ഗിൽ നിന്നും വെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും അവൻ്റെ മുഖത്ത് പോലും നോക്കാതെ കയ്യിൽ വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തിരുന്നു പെണ്ണ്. നേർത്തൊരു പുഞ്ചിരിയോടെ എല്ലാം കണ്ടു നിന്നതേയുള്ളൂ മാധവ്. ഈ വികൃതിയെ ഇങ്ങനെ ഒതുക്കാനേ ആവൂ ഓർത്തുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചതും ഒന്ന് ഞെട്ടിപ്പോയവൾ. പോവാം. മുഖം കുനിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അങ്ങനെ നോക്കാൻ പോലും ആവാതെ മെല്ലെ ഒന്ന് മൂളിപ്പെണ്ണ്. ചിരിയോടെ ആ കൈ പിടിച്ചുകൊണ്ട് താഴേക്കുള്ള പടികൾ ഇറങ്ങുമ്പോൾ ഇന്നോളം അറിയാത്തൊരു നാണം അല്ലിയും അറിഞ്ഞു. പറഞ്ഞിട്ടില്ലെങ്കിലും അറിയാം ഉള്ളിലെന്താണെന്ന്. വാക്കിലും നോക്കിലും പ്രവൃത്തിയിലുമെല്ലാം ഇപ്പോൾ പ്രണയമാണ്. അതിനി പറഞ്ഞു ബോധ്യപ്പെടുത്താനില്ല. ആ നെഞ്ചിൽ ഈ പ്രകൃതി മാത്രമേ ഉള്ളൂ. തിരിച്ചും താഴേക്കിറങ്ങിച്ചെന്നതും പരിചയമില്ലാത്ത 4 മുഖങ്ങൾ കാണി ഇരുവരും ഒരു സംശയത്തോടെ ബാക്കിയുള്ളവരെ നോക്കി. ആഹാ, വന്നോ രണ്ടാളും? എന്തോ സംസാരിച്ചു തിരിഞ്ഞ മഹിയച്ചൻ ഇരുവരെയും കണ്ടതും ഒരു ചിരിയോടെ ചോദിച്ചു. ബാക്കിയുള്ളവരുടെ നോട്ടം അവരിലേക്കായി. മാലിനി, ഇതാണ് കണ്ണനും അല്ലിയും. ഇത് മക്കളുടെ അപ്പച്ചിയാണ് മാലിനി. അറിയില്ലേ രണ്ടാൾക്കും? മുത്തശ്ശി അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതേ ഇരു കൂട്ടർക്കും പരസ്പരം മനസ്സിലായിരുന്നു. അല്ലി എല്ലാവർക്കുമായൊരു പുഞ്ചിരി സമ്മാനിച്ചു കൊണ്ട് നിന്നപ്പോൾ മാധവ് മാത്രം എല്ലാവരെയും ഒന്ന് നോക്കിയതേയുള്ളൂ. ആളൊരു കലിപ്പനായതുകൊണ്ടൊന്നുമല്ല, പൊതുവേ ഇൻട്രോവേർട്ടാണ് മാധവ്. പുതിയ ആളുകൾ, പുതിയ സൗഹൃദം, ഇതൊന്നും അത്ര വേഗം ഉൾക്കൊള്ളാനുള്ള മനസ്സൊന്നും അവനില്ല. അതിനുമപ്പുറം അവനത് ആഗ്രഹിക്കുന്നുമില്ല. എല്ലാവർക്കും ഓരോ കംഫേർട്ട് സോൺ ഉണ്ടല്ലോ, അതിൽ നിന്നും പുറത്തു വരാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ് മാധവ്. അവൻ്റെ പ്രകൃതിക്കും അത് നന്നായി തന്നെ അറിയാം. അവനെ അവനായി തന്നെ ഉൾക്കൊണ്ട് അംഗീകരിച്ചതാണ് അവളും. അല്ലിയെ കണ്ടതേ മാലിനിയുടെയും സേതുവിൻ്റെയും മിഴികളൊന്ന് വിടർന്നു. പാറുവും ഗോപുവും സുന്ദരിക്കുട്ടികളാണെങ്കിൽ പോലും വല്ലാത്തൊരഴകാണ് അല്ലിക്ക്. കുറുമ്പും കുട്ടിത്തവും നിറഞ്ഞു നിൽക്കുന്ന മുഖം. ആർക്കും നെഞ്ചോട് ചേർത്ത് ഒന്ന് ഓമനിക്കാൻ തോന്നിപ്പോകും അവളെ. തോന്നൽ മാത്രമേ പാടുള്ളൂ കേട്ടോ. അവളുടെ ദേവയ്ക്ക് അവളെ വെറുതെ പോലും ഒന്ന് നോക്കുന്നത് പോലും ഇഷ്ടമല്ല. മോളിങ് വന്നേ, അപ്പച്ചി ചോദിക്കട്ടെ. മാലിനി അവളെ സ്നേഹത്തോടെ വിളിച്ചതും അല്ലിയുടെ കയ്യിൽ പിടിച്ചിരുന്ന മാധവിൻ്റെ കൈകൾക്ക് മുറുക്കമൊന്നേറി. അല്ലി ദയനീയമായി മുഖം ഒന്നുയർത്തി നോക്കിയതും അവളെ നോക്കാതെ അലക്ഷ്യമായി മറ്റെങ്ങോ ശ്രദ്ധ പതിപ്പിച്ച് നിൽക്കുവാണവൻ. അതിഥികൾക്കൊഴിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം അവരുടെ കണ്ണൻ്റെ മുഖത്തെ നീരസം മനസ്സിലായിരുന്നു. പക്ഷേ വന്നിരിക്കുന്നത് അല്ലിയുടെ അപ്പച്ചിയാണ്, മഹിയച്ചൻ്റെ സ്വന്തം പെങ്ങൾ.
ആ ഒരു കാര്യം മറന്നുകൊണ്ട് ഇത്തവണ അവൻ്റെ വാശി അംഗീകരിച്ചു കൊടുക്കാൻ ലച്ചുമ്മയ്ക്കും തോന്നിയില്ല. അയ്യോ, നാടക്കാരിയാണോ മോള്? ലച്ചുമ്മ എന്തോ പറയാനായി അല്ലിക്കടുത്തേക്ക് ചെല്ലാനൊരുങ്ങിയതും മാലിനി ഒരു ചിരിയോടെ ചോദിച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് ചെന്നു. വെറുതെ ഒന്ന് ഇളിച്ചു നിന്നതേയുള്ളൂ അല്ലി. അല്ലാതെ എന്തു ചെയ്യാനാണ്? ഒറ്റ നോട്ടത്തിൽ തന്നെ അവരെ കൊച്ചിന് പിടിച്ചിട്ടില്ല എന്ന് സാരം. അത്ര നല്ലതൊന്നും അല്ല പറഞ്ഞു കേട്ടിട്ടുള്ളത്. അമ്മയെ ഒത്തിരി കുത്തി നോവിക്കുമായിരുന്നു കക്ഷി. അതുപോലെ ലച്ചു അപ്പച്ചിയെയും. പിന്നെ എല്ലാവരെയും ഒരുപോലെ നാണം കെടുത്തി ഇറങ്ങിപ്പോയതുമല്ലേ. പക്ഷേ അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നത് മറ്റൊരു സത്യം. അതല്ലേ തൻ്റെ ദേവയെ കിട്ടിയേ. മോൾ എന്താ ഒന്നും മിണ്ടാത്തെ? മാലിനിയുടെ വീണ്ടുമുള്ള ചോദ്യമാണ് പെണ്ണിനെ ചിന്തകളിൽ നിന്നെല്ലാം ഉണർത്തിയത്. ഏയ് ഒന്നുമില്ല, ഞാൻ പെട്ടെന്ന് അപ്പച്ചിയെ കണ്ട സന്തോഷത്തിൽ. അല്ലി ഒരു ഇളിയോടെ പറഞ്ഞ് പൂർത്തിയാക്കാതെ നിർത്തിയതും ഗോപുവും പാറവും അവളെ കണ്ണു മിഴിച്ചൊന്ന് നോക്കി. തങ്ങളുടെ അനിയത്തി തന്നെയല്ലേ, ഇനി മാറിപ്പോയിട്ടൊന്നും ഇല്ലല്ലോ എന്നൊന്ന് ഉറപ്പിച്ചതാണ്. ആ നിമിഷം അത്രയും സഞ്ജുവിൻ്റെ മിഴികൾ വല്ലാത്തൊരു ഭാവത്തിൽ അല്ലിയെ നോക്കുന്നുണ്ടായിരുന്നു. ഇന്നോളം കാണാത്ത പോലൊരു സുന്ദരി. ഉടലൊന്നാകെ അവൻ്റെ മിഴികൾ അലഞ്ഞു നടന്നൊടുവിൽ അവസാനം ചെന്ന് നിർത്തിയത് മാധവ് മുറുകെ പിടിച്ച അവളുടെ കൈകളിലായിരുന്നു. നേർത്ത സ്വർണ്ണവള അണിഞ്ഞിരിക്കുന്ന വെളുത്തു ചുവന്ന കയ്യിൽ അമർത്തി പിടിച്ചിരിക്കുന്ന അവൻ്റെ രുദ്രാക്ഷം കെട്ടിയ ബ്രേസ്ലെറ്റ് അണിഞ്ഞ കൈ. ഒറ്റ നോട്ടത്തിൽ വല്ലാത്തൊരു ചന്തം തോന്നുന്നുണ്ട് അവ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ. പക്ഷേ ആ കാഴ്ച സഞ്ജുവിൽ ദേഷ്യം മാത്രമാണ് നിറച്ചത്. അതേ ദേഷ്യത്തോടെ തന്നെ മുഖം ഉയർത്തി മാധവിനെ നോക്കിയതും സഞ്ജുവിൻ്റെ മുഖം ഒന്നുകൂടി ഇരുണ്ടു. കാഴ്ചയിൽ തന്നിലും യോഗ്യനായ ഒരുവൻ. മുള്ളുപോലെയുള്ള താടിയും മീശയും എല്ലാം അവൻ്റെ വെളുത്ത മുഖത്തിന് അത്രയും അഴക് നൽകുന്നു. മുഖം നിറയെ അസ്വസ്ഥതയാണവനിൽ. എന്തിനോ വീർപ്പിച്ചു വെച്ച കവിളുകളും അവൻ്റെ കൂർത്ത നോട്ടം അത്രയും അല്ലിയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന തൻ്റെ അമ്മയാണെന്നറിയെ എന്തോ മനസ്സിലായതുപോലെ സഞ്ജുവിൻ്റെ മുഷ്ടിയൊന്ന് ചുരുണ്ടു. കാവ്യയുടെ സ്ഥിതിയും അതുപോലെ തന്നെയായിരുന്നു. ഗോപുവിനെയും പാറുവിനെയും കണ്ടപ്പോൾ തന്നെ ഇരുണ്ട മുഖം അല്ലിയെ കൂടി കണ്ടതും അസൂയ കൊണ്ട് നിറഞ്ഞു. അവർക്ക് മുന്നിൽ ഒന്നുമല്ലാത്തതുപോലെ. മാധവനെ കൂടെ കണ്ടതും വിടർന്നു പോയ മിഴികൾ അവൻ ചേർത്ത് പിടിച്ചിരിക്കുന്ന അല്ലിയുടെ കൈ കാണി വീണ്ടും ദേഷ്യം നിറഞ്ഞു. കാവ്യയെയും സഞ്ജുവിനെയുമെല്ലാം മാലതി തന്നെയാണ് അല്ലിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. അരികിൽ നിൽക്കുന്ന മാധവനെ പാടെ അവഗണിച്ചുകൊണ്ടുള്ള മാലതിയുടെ പെരുമാറ്റം മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും മൂന്നമ്മമാർക്കും മനസ്സിലായിരുന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആങ്ങളയോടുള്ള സ്നേഹം പൊട്ടിമുളച്ചു വന്നതല്ല എന്ന് മൂവർക്കും തോന്നിപ്പോയി. പക്ഷേ അതിനെന്തായാലും ഇപ്പം നോക്കി വെക്കുന്ന മുതലിൻ്റെ അവകാശി അത്ര നല്ലവനുമൊന്നുമല്ല എന്ന് മൂവർക്കും ഒരു നിശ്വാസത്തോടെ ഓർത്തു. അച്ചുവും മുണ്ണിയും പിന്നെയും ക്ഷമ കാണിക്കും. പക്ഷെ മാധവ് അങ്ങനെയല്ല. പ്രത്യേകിച്ച് അവൻ്റെ പ്രകൃതിയുടെ കാര്യത്തിൽ ഒട്ടുമല്ല. ഓർത്തുകൊണ്ട് മൂവരും പരസ്പരം ഒന്ന് നോക്കി. പിന്നെ ദയനീയമായി മാലിനിയെയും. എന്നാൽ ഇനിയൊന്ന് കുളിച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാവാം മാലിനി വിശേഷങ്ങളൊക്കെ. മാലിനിയുടെ സംസാരം നിർത്തുന്ന ലക്ഷണമൊന്നും കാണാത്തതിനൊപ്പം തന്നെ അല്ലിക്കരികിൽ നിൽക്കുന്നവൻ്റെ മാറി വരുന്ന മുഖഭാവം കൂടി അറിയെ ഒടുക്കം മുത്തശ്ശി തന്നെ മുൻകൈ എടുത്ത് പറഞ്ഞു. ദേവി, ഇവർക്കുള്ള മുറി കാണിച്ചു കൊടുത്തേക്ക്. കാവ്യമോൾക്ക് അല്ലിയുടെ മുറി കൊടുത്തേക്ക്. അവൾക്ക് പിന്നെ ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. മുത്തശ്ശി ഒരു ചിരിയോടെ പറഞ്ഞതും അതിഥികൾക്കൊഴിച്ച് ബാക്കിയുള്ളവർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായിരുന്നു. എങ്ങനെ പോയാലും രണ്ടും ഒരു റൂമിലേക്ക് കിടക്കും. പേരിന് മാത്രം 2 റൂം. പക്ഷേ വിശ്വാസമാണ് കേട്ടോ രണ്ടാളെയും. തെറ്റൊന്നും ഇരുവരും ചെയ്യില്ല എന്നുള്ള വിശ്വാസം. ഓയ് ദേവാ, നിന്നേ. എല്ലാവരും ഓരോ വഴിക്ക് പോയതും മുഖം വീർപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാനൊരുങ്ങുന്നവനെ തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് പെണ്ണിൻ്റെ ചോദ്യം. എവിടേക്ക് പോവാ നീ? സന്ധ്യയായി തുടങ്ങി. ഞാനല്ല, നമ്മൾ. വന്ന് വണ്ടി കയറടി. ചെക്കനൊന്ന് നിന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞതും ഒന്ന് ഇളിച്ചു കാണിച്ചുകൊണ്ട് അവനൊപ്പം പാഞ്ഞു അല്ലിയും. ഒരു രക്ഷയില്ല ജിത്തു. ഈ കേരള പെണ്ണുങ്ങളെന്ന് പറഞ്ഞ് അവിടെയുള്ളവർ മരിക്കുന്നത് വെറുതെ അല്ലടാ. അത്രയും പെർഫെക്റ്റ് ഫിഗറാണ്. ഒന്ന് ഫ്രഷായി റൂമിൻ്റെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്ന് ഫോണിലാണ് സഞ്ജുവിൻ്റെ സംസാരം. ഇപ്പുറം കൂട്ടുകാരൻ ജിതിനാണ്. ഓരോന്ന് പറയുമ്പോഴും അല്ലിയുടെയും ഗോപുവിൻ്റെയും പാറുവിൻ്റെയും രൂപം തന്നെയായിരുന്നു അവൻ്റെ മനസ്സിൽ. ഒന്നും പറയാനില്ലടാ. നീ അവന്മാരെ കൂട്ടി ഇങ്ങ് വാ. ഒന്നിൻ്റെയും മുടി പോലും കളയാനില്ല. പിന്നെ 2 മാത്രമേ ഷെയർ ചെയ്യൂ. ഒരെണ്ണം ഈ സഞ്ജുവിന് മാത്രം രുചിച്ചു നോക്കാനുള്ളതാ. പറയുമ്പോഴൊക്കെയും അല്ലിയുടെ രൂപമായിരുന്നു അവനിൽ. പാതി വിടർന്നൊരു പനിനീർപ്പൂ പോലൊരു പെണ്ണ്. അവളുടെ ചിരിക്കുന്ന രൂപം പോലും വല്ലാത്തൊരു മോഹം നിറച്ചു പോയവനിൽ. ആഹാ, മോൻ ഇവിടെ വന്ന് നിൽക്കുവാണോ? പുറകിൽ നിന്നും ദേവച്ചൻ്റെ സ്വരം കേട്ടതേ നന്നായി ഞെട്ടിപ്പോയിരുന്നു സഞ്ജു. താൻ പറഞ്ഞത് എന്തെങ്കിലും കേട്ടുപോയോ എന്നുള്ള ഭയം നിറഞ്ഞു അവനിൽ. അത് ഞാൻ ഫോണിലായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ താഴേക്ക് പോര്. അച്ചുവും മുണ്ണിയും വന്നിട്ടുണ്ട്. പുഞ്ചിരിയോടെ ദേവച്ചൻ പറഞ്ഞതും വിളറിയൊന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ സഞ്ജയ്. ദേവച്ചനും ഒന്നും കേട്ടില്ല എന്നുള്ള കാര്യം അവനിൽ ആശ്വാസം നിറച്ചു.
ഫോൺ വേഗം കട്ടാക്കി ദേവച്ചനൊപ്പം തന്നെ താഴേക്ക് നടന്നു സഞ്ജയ്. അവളുടെ ഈ നോട്ടം എനിക്കത്ര പിടിക്കുന്നില്ല പാറു. പല്ല് കടിച്ചുകൊണ്ട് ഗോപു പറഞ്ഞതും പാറുവും ഒന്ന് അമർത്തി മൂളി. അച്ചുവും ഉണ്ണിയും വന്നതു മുതൽ രണ്ടുപേരെയും നോക്കിയിരിപ്പാണ് കാവ്യ. ഏത് കിട്ടിയാലും ലോട്ടറി എന്നുള്ള മട്ടിൽ രണ്ടാളെയും മാറി മാറി നോക്കുന്നവളെ കാണേ ഗോപുവും പാറുവും കലിപ്പിലാണ്. അപ്പച്ചി പിന്നെ ഒരാൾ പോലീസും മറ്റേയാൾ ഡോക്ടറുമാണെന്ന് അറിഞ്ഞതേ വല്ലാത്ത സ്നേഹപ്രകടനത്തിലാണ്. ചുരുക്കി പറഞ്ഞാൽ മാധവനോട് മാത്രമേ പുള്ളിക്കാരിക്ക് അകൽച്ചയുള്ളൂ എന്ന് സാരം. ചെക്കന് പണിയൊന്നുമില്ലല്ലോ. പിള്ളേര് വന്നില്ലല്ലോ ലച്ചു, നീ ഒന്ന് വിളിച്ചു നോക്കിയേ. രാത്രിയായിട്ടും പോയ രണ്ടിനെയും കാണാതെ വന്നതും മുത്തശ്ശി ലച്ചുമ്മയോടായി പറഞ്ഞു. കാവ്യയുടെയും സഞ്ജുവിൻ്റെയും മാലിനിയുടെയും ഒക്കെ മുഖമൊന്ന് ഇരുണ്ടു. മാലിനി എന്തോ പറയാനായി വാ തുറന്നതും സേതുവിൻ്റെ ഒറ്റ നോട്ടത്തിൽ വായടച്ച് മിണ്ടാതെ നിന്നതേയുള്ളൂ. ലച്ചുമ്മ ഫോണെടുത്ത് വിളിക്കാനൊരുങ്ങുമ്പോഴേക്കും പുറത്ത് ഒരു ബുള്ളറ്റ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടിരുന്നു. മാധവൻ്റെ കയ്യിൽ തൂങ്ങിക്കൊണ്ട് അകത്തേക്ക് വരുന്നവൾ അതിഥികളിലൊഴിച്ച് ബാക്കിയുള്ളവരിലൊക്കെയും പുഞ്ചിരിയാണ് നിറച്ചത്. ഭക്ഷണം എടുത്തു വെക്കട്ടെ രണ്ടാൾക്കും? വേണ്ട അപ്പച്ചി, ദേവ് എനിക്ക് പൊറോട്ടയും ബീഫും വാങ്ങിത്തന്നു. ഗൗതമി അപ്പച്ചി ചോദിച്ചതും പെണ്ണൊന്ന് ഇളിച്ചു കാണിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഗോപുവും പാറുവുമൊക്കെ മുഖം വീർപ്പിച്ച് അല്ലിയെ നോക്കി. പിന്നെ അച്ചുവിനെയും ഉണ്ണിയെയും. അല്ലിക്ക് ചിരി വന്നു പോയിരുന്നു. എന്നാൽ ഇനി ആരും വൈകിക്കേണ്ട, ചെന്ന് കിടക്കാൻ നോക്ക്. മുത്തശ്ശി പറഞ്ഞതും ബാക്കിയുള്ളവരും സംസാരം അവസാനിപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റു. കാവ്യ കിടക്കാനായി റൂമിലെത്തുമ്പോഴേക്കും അല്ലി ധാവണിയൊക്കെയും മാറ്റി ഒരു നൈറ്റ് ഡ്രസ്സ് എടുത്തിട്ടിരുന്നു. അല്ലിക്കൊപ്പം കിടക്കാൻ താല്പര്യമില്ലായിരുന്നിട്ട് കൂടിയും നല്ല കുട്ടി ഇമേജ് ആർക്ക് മുന്നിലും കളയണ്ടല്ലോ എന്നുള്ള അവസ്ഥയിൽ മറുത്തൊന്നും പറയാതെ കാവ്യ അല്ലിയെ നോക്കി ചിരിച്ചു. ഇരിക്കു ചേച്ചി. അല്ലിയും സൗഹൃദത്തിൽ തന്നെയായിരുന്നു. അപ്പച്ചിയോട് മാത്രമേ പെണ്ണിന് ഇഷ്ടക്കേടുള്ളൂ. അവരുടെ മക്കളോടത് കാണിക്കണ്ടല്ലോ. അല്ലി ഇപ്പം എന്തു ചെയ്യുന്നു? ചോദിക്കുമ്പോഴും കാവ്യയുടെ നോട്ടം അല്ലിയുടെ ഇടതൂർന്ന മുടിയിലേക്കായിരുന്നു. പിന്നീടാനായി വിടർത്തിയിട്ട് കോമ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കുകയാണ് പെണ്ണ്. ഞാനിപ്പോൾ +2 കഴിഞ്ഞു. ലാസ്റ്റ് എക്സാം ആയിരുന്നു ഇന്ന്. കാവ്യ വീണ്ടും എന്തോ ചോദിക്കാനായി തുടങ്ങിയതും ഒരാൾ ദേഷ്യത്തോടെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് വന്നിരുന്നു. നിനക്ക് കിടക്കാനായില്ലടി? ചെക്കൻ അലർച്ചയോടെ ചോദിക്കുമ്പോൾ അല്ലിയവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഒരു നിമിഷം അവൻ്റെ നോട്ടം ആ അതരങ്ങളിൽ മാത്രമായിരുന്നു. മുഖം തിരിച്ചു കളഞ്ഞവൻ. വാ പ്രകൃതി. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ കാവ്യയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പുറത്തേക്ക് പോയി. കാവ്യയുടെ മുഖം ഒന്ന് ഇരുണ്ടുപോയി. എന്നാ ചേച്ചി കിടന്നോ, നമുക്ക് പിന്നെ സംസാരിക്കാം. ഇനിയും നിന്നാ ഇപ്പോൾ പോയവന് ഭ്രാന്തിളകും. കിടക്കാൻ പോയവർക്കും സ്വൈര്യം കൊടുക്കില്ല. അല്ലി ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് മുടിയിൽ കെട്ടാനുള്ള ബൺ എടുത്ത് കൈത്തണ്ടയിലിട്ടു. അല്ല, അപ്പോൾ അല്ലി ഇവിടെയല്ലേ കിടക്കുന്നേ? ഹേയ്, ഞങ്ങളൊന്നെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ അവൻ്റെ റൂമിൽ. അതും അല്ലെങ്കിൽ ചിലപ്പോൾ താഴെ സോഫയിലൊക്കെ ആവും. അങ്ങനെ സ്ഥിരമായിട്ടൊരു സ്ഥലമില്ല. പറഞ്ഞുകൊണ്ട് തന്നെ പുറത്തേക്ക് നടന്നു അല്ലി. നിങ്ങൾ ഒന്നിച്ചാണോ കിടക്കുന്നത്? പുറകിൽ നിന്നും കാവ്യയുടെ ചോദ്യം വീണ്ടും വന്നതും അല്ലി ഒരു നിമിഷം നിന്നു. ചോദ്യത്തിൻ്റെ അർത്ഥം അല്ലിക്ക് മനസ്സിലായിരുന്നു. അതെ ചേച്ചി, എനിക്കൊരു 2 വയസ്സൊക്കെ ആവുന്നത് മുതൽ ഞങ്ങൾ ഒന്നിച്ചാ. എന്നും അവൻ്റെ നെഞ്ചി കിടന്ന ഉറങ്ങാറ്. ഇന്നും അതിന് മാറ്റമൊന്നുമില്ല. കൂടുതൽ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ഇനിയൊരവസരം നൽകാതെ അല്ലി വേഗം പുറത്തേക്ക് നടന്നു. കാവ്യ ഒരു നിമിഷം അങ്ങനെ ഇരുന്നു പോയിരുന്നു. ദേഷ്യമോ പകയോ ഒന്നുമല്ല, കുറച്ച് കൗതുകമായിരുന്നു അവളിൽ. അതിലേറെ അസൂയയും. ആദ്യമായി കാണുകയും കേൾക്കുകയും ചെയ്യുവാണ് ഇതൊക്കെ. അല്ലിയെയും കണ്ണനെയും കുറിച്ചും അവരുടെ ബോണ്ടിനെക്കുറിച്ചുമൊക്കെ താഴെ എല്ലാവരുടെയും സംസാരത്തിൽ നിന്നും തന്നെ മനസ്സിലാക്കിയതാണ്. പക്ഷേ ഇപ്പോൾ നേരിട്ട് കാണുമ്പോഴൊക്കെയും വല്ലാത്തൊരു കൗതുകം. ഒരു നിമിഷം അവളുടെ നോട്ടം റൂമിലെ ചുവരുകളിലേക്കായി. നിറയെ ഫോട്ടോസാണ്. ഒക്കെയും ദേവയും അവൻ്റെ പ്രകൃതിയുമാണ്. അല്ലി തനിച്ചുള്ള ഒരു ഫോട്ടോ പോലുമില്ല. എല്ലാ ഫോട്ടോയിലും അല്ലി ചിരിയോടെ നിൽപ്പാണെങ്കിൽ മാധവൻ്റെ മുഖത്ത് മാത്രം ഗൗരവമാണ്. എന്നാൽ ഒരു ഫോട്ടോയിൽ മാത്രം അത്രയും ഭംഗിയുള്ള ഒരു ചിരിയുണ്ട് അവൻ്റെ മുഖത്ത്. അതിൽ മാത്രം അല്ലിയിലാണ് അവൻ്റെ നോട്ടം. അവളെ നോക്കുമ്പോൾ മാത്രം വിടർന്നു പോയ അധരങ്ങളാണ്. ഏറെ നേരം ഓരോ ഫോട്ടോയിലേക്കും മാറി മാറി നോക്കി നിന്നവൾ. ഒരു നിമിഷം അല്ലിക്ക് പകരം താനായിരുന്നു എങ്കിൽ എന്നൊരു ചിന്ത തോന്നിപ്പോയിരുന്നു. ജോലി കൊണ്ടും പദവി കൊണ്ടും പൃഥ്വിയെയാണ് ആഗ്രഹിച്ചതെങ്കിൽ പോലും മോഹം തോന്നിപ്പോകുന്നത് മാധവിനോടാണ്. അവൻ്റെ അല്ലിയാവാൻ ഉള്ളൊരു മോഹം. എനിക്കിനി എഴുതാൻ വയ്യാട്ടോ ദേവ, എത്രയത്? ബെഡിലായിരുന്ന് മാധവിൻ്റെ അസൈൻമെൻ്റ് എന്തോ എഴുതുവാണവൾ. കിടന്നുകൊണ്ട് അവൾക്ക് എഴുതാനുള്ളത് വായിച്ചു കൊടുക്കുവാണ് ചെക്കൻ. കോളേജ് ഓണർ എന്ന് പറഞ്ഞാൽ പോലും ഇൻറ്റേർണൽസ് കിട്ടണമെങ്കിൽ ഇത് സബ്മിറ്റ് ചെയ്യണം. അതുകൊണ്ട് മാത്രം കുത്തിയിരുന്ന് എഴുതിക്കുവാണ്. ഇതും കൂടെയുള്ളൂ പ്രകൃതി, എന്നാ കഴിഞ്ഞു. ബുക്കിൽ നിന്നും മുഖമുയർത്താതെയാണ് പറച്ചിൽ. ഒരു നിമിഷം അവളുടെ നോട്ടം അവനിലേക്ക് മാത്രമായി. വല്ലാത്തൊരിഷ്ടം തോന്നിപ്പോയി അവൾക്ക്. ഇമചിമ്മാതെ അവൻ്റെ ഓരോ ചലനവും നോക്കിക്കൊണ്ടിരുന്നു അല്ലി. വായിച്ചു കൊടുത്തിട്ടും അടുത്തിരിക്കുന്ന ആളുടെ അനക്കമൊന്നും കാണാതെ വന്നതും മുഖം ചരിച്ചൊന്ന് നോക്കി മാധവ്. ഇമകൾ ചിമ്മാതെ തന്നെ നോക്കിയിരിക്കുന്നവൾ. ഒരു നിമിഷം അവളെ ഒന്ന് നോക്കി
എഴുതാൻ കണ്ണു കാണിച്ചുകൊണ്ട് മുഖം തിരിച്ചു മാധവ്. 2 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ടാവില്ല, ചെക്കൻ വീണ്ടും അവളെ നോക്കി. നേർത്തൊരു ചിരിയോടെ നോട്ട് എഴുതാൻ തുടങ്ങിയവളുടെ നോട്ടവും ആ നിമിഷം അവനിലായിരുന്നു. മിഴികൾ കൊരുത്തുപോയൊരു നിമിഷം. കാര്യം എന്താണെന്നതുപോലെ പുരികമൊന്നുയർത്തി ചോദിച്ചവൻ. ഒന്നും മിണ്ടാതെ അവളെ നോക്കിയതേയുള്ളൂ മാധവ്. അല്ലിയൊരു ചിരിയോടെ ഒന്ന് കുനിഞ്ഞ് അവൻ്റെ കവിളിലായി ഉമ്മ വെച്ചു. അടുത്ത നിമിഷം തന്നെ അവളുമായി ബെഡിലേക്ക് തന്നെ അമർന്നവൻ.